അല്ല, ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഒരുങ്ങിയില്ലേ? ഞാൻ മരുന്നില്ല. അതെന്താ? എനിക്ക് നല്ല മൂഡില്ല. അതിന്റെ കാരണമാ ചോദിച്ചത്. ഇവിടെ കാലെടുത്ത് കുത്തി അന്ന് പോലെ ശ്രദ്ധിക്കുന്നതാ. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയില്ല. എപ്പോഴും ഇങ്ങനെ മോൻ വീർപ്പിച്ചിരിക്കാൻ ഇവിടെ ഉള്ളവർ എന്ത് തെറ്റ് ചെയ്തു? ഞാനും അമ്മയും. ഇനി ഞാൻ പെരുമാറുന്ന ഇഷ്ടമാവുന്നില്ല, അത് പറയണം. ഒന്നും മിണ്ടാതെ ഞാൻ പറയാതിരുന്ന നിന്റെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് ഞാൻ അങ്ങനെ അറിയും. അതല്ല, ഈ കല്യാണത്തിന് നിനക്ക് ഇഷ്ടമല്ലായിരുന്നു എന്തുകൊണ്ട് നേരത്തെ തുറന്നു പറഞ്ഞില്ല? പറയാതിരുന്ന പിന്നെ എങ്ങനെയാ അമ്മേ? അത് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയില്ല. ഒച്ചയെടുത്ത് അയൽവക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോ കുറേയേറെ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി. ആർഭാടവും ദാരിദ്ര്യവും സുഖവും ദുഃഖവും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പങ്കാളി, ഒന്നും ഒളിച്ചു വെക്കാതെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും വിളിച്ചു പറയുന്ന ഒരു ലൈഫ് പാർട്ട്ണർ, അതൊക്കെയായിരുന്നു എന്റെ മനസ്സ്. പക്ഷേ തെറ്റുപറ്റി. ഒരു കണക്കിന് നോക്കിയാൽ നീ ഭാഗ്യവാനാണ്. നിന്റെ കല്യാണം കഴിഞ്ഞ് 3-2 എന്റെ കല്യാണം. ഫസ്റ്റ് നൈറ്റിൽ കുറച്ചു നേരം മിണ്ടായിരുന്നു ഒഴിച്ചാൽ വസന്തഗോകുല ഇതുവരെ നാക്ക് വായിലിട്ടിട്ടില്ല. ആതിരെ സംസാരിക്കുന്നില്ല എന്നല്ലേ നിന്റെ പരാതി? ഇതിങ്ങൾ സംസാരിച്ചു തുടങ്ങിയ കുഴപ്പാ. എന്തൊക്കെ അറിയേണ്ടത്? നമ്മൾ ഒരു സിമ്പിൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതുങ്ങൾക്ക് ഇഷ്യൂവാ. പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റും. പിന്നെ സഹകരണം, അത് കുറച്ച് അകലത്തി നിർത്തുന്നതാണ് ബുദ്ധി. നിനക്ക് കാര്യത്തിന്റെ ഗൗരവം അറിയില്ല, അതുകൊണ്ടാ. കേട്ടിടത്തോളം ഞാൻ പറയട്ടെ, നീ ഉദ്ദേശിക്കുന്ന വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആതിരയ്ക്ക് നിന്റെ അത്ര മെച്യൂരിറ്റി ഇല്ല. നീ അവളുടെ പ്രായം എന്തുകൊണ്ട് കണക്കിലെടുക്കുന്നില്ല? പ്രായം കണക്കിലെടുക്കാഞ്ഞിട്ടല്ല, കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ ഇത് തന്നെ മതിയെന്ന് തീരുമാനിച്ചത്. പക്ഷേ എന്റെ പൊസിഷനും പ്രായക്കൂടുതലും ഒന്നും അവളോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ കാണിച്ചിട്ടില്ല. പഠിച്ചോണ്ട് നടന്ന പെണ്ണല്ലേ, പ്രായത്തിൻ്റെതാന്ന് കരുതി നീ അങ്ങ് ക്ഷമിക്കും. 1-2 ദിവസം നീ മിണ്ടാനും പറയാനൊന്നും പോണ്ട. 3-ാമത്തെ ദിവസം അവൾ താനേ നിന്റെ അടുത്ത് വരും. ഷുവർ. നീ ഇതുവരെ എവിടായിരുന്നു? രാവിലെ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയതല്ലേ? വക്കീൽ ഓഫീസിൽ നിന്ന് ജമാല് വിളിച്ചിരുന്നു. നീ ഇന്ന് അങ്ങോട്ട് ചെന്നതേ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അങ്ങോട്ട് പോയില്ല. വൈകിട്ട് ഉണ്ണിയെ കണ്ടു. അവനുമായിട്ട് കുറച്ചു നേരം കടപ്പുറം സംസാരിച്ചിരുന്നു. ഉണ്ണി അവളെ കൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. വരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാ. ഇവിടെ ഇപ്പൊ ആരെ സൽക്കരിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ലല്ലോ. അവളെന്തേ? അവള് കിടന്നു. എല്ലാം കഴിച്ചോ? ഞാൻ നിർബന്ധിച്ചവൻ പേരിന് 2 വെച്ച് കഴിച്ചു. വിവാഹം കഴിക്കാഞ്ഞായിരുന്നു ബഹളം. ഇപ്പൊ അമ്മയ്ക്ക് സന്തോഷമായല്ലോ.
ഞാൻ അപ്പൊ തോന്നിയ വിഷമത്തിന് ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും എന്റെ മനസ്സിലിരിക്കത്തില്ല. അതുകൊണ്ടാ. നീ എന്നോട് ക്ഷമിക്കേ. അച്ഛനെ അമ്മയും കാണാത്തതിലുള്ള വിഷമമാണെങ്കിൽ നമുക്ക് വീട് വരെ ഒന്ന് പോവാം. വേണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാ കുഴപ്പം. പുറത്തേക്ക് ഇറങ്ങിയാൽ മനസ്സിന് അല്പം ആശ്വാസം കിട്ടും. ഇന്നലെ വിളിച്ചപ്പോ മൂടില്ല എന്ന് പറഞ്ഞു. ഇന്ന് മൂടുണ്ടെങ്കിൽ ഒരുങ്ങ. താല്പര്യമില്ലെങ്കിൽ വേണ്ട. എന്താ ചായ കുടിക്കാഞ്ഞത്? കുടിക്ക. നന്ദാ, ദേ ഭാനു വന്നിരിക്കുന്നു. കല്യാണത്തിന്റെ അന്ന് മുങ്ങിയിട്ട് പിന്നെ ഇന്നാണല്ലോ പൊങ്ങുന്നത്. ജീവിതം ഒന്ന് തുടങ്ങിയിട്ട് ഒന്ന് ചെല്ലും ചെയ്യാന്ന് വിചാരിച്ചു. അതിന് ഞങ്ങൾ ഇതുവരെ ജീവിതം തുടങ്ങിയിട്ടില്ല. ഒന്നുമില്ല, ചെറിയൊരു സൗന്ദര്യപ്പിണക്കം, അത്രേ ഉള്ളൂ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊന്ന് റെഡിയാവട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, എനിക്ക് പറ്റുന്നില്ല ഭാനുട്ടാ. നീ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയ നന്ദേട്ടൻ എന്ത് വിചാരിക്കും? ഇത്രയ്ക്ക് വെറുക്കപ്പെടാൻ മാത്രം അദ്ദേഹം എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എന്തോ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാനാവുന്നില്ല. നീ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന വെറുപ്പ് മാറണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അതല്ല, ഇനിയും ആ മനുഷ്യനെ വെറുക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരില്ല. നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുവഴി വരുമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. പുറത്തു പോകാൻ പലതവണ വിളിച്ചതാ, ഞാൻ പോയില്ല. ഇപ്പോഴും വിളിച്ചിരിക്കുക, എനിക്ക് വയ്യ. എന്താ അതിരേത്? എന്തുദ്ദേശം നീ ഇങ്ങനെ തുടങ്ങുന്നത്? ഭാനു, വാ കാപ്പിടിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ അമ്മേ പോകുന്നത്. ഞങ്ങൾ നല്ല ഒന്നാന്തരം കുടുംബക്കാരാ. തൊട്ട് നിന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എവിടെ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ സമയം കളയുന്നില്ല. ഞാൻ പോകുന്നുണ്ട്. ആതിര വരുന്ന കാര്യം തീരുമാനമായിട്ടില്ലെന്നാ ആര് തോന്നുന്നു. പറഞ്ഞു വരുന്നില്ലെന്ന്? ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ, അല്ലേ അമ്മേ? അതെ. നോക്കി നിൽക്കാതെ പോയി റെഡി ആവണേ പോ. ജാതകത്തിൽ പൊരുത്തം കുറച്ച് കൂടുതലാണെങ്കിലും ജീവിതത്തിൽ അതങ്ങോട്ട് പ്രാക്ടിക്കൽ ആയിട്ടില്ലല്ലേ? ആ, ഇവളുടെ സ്വഭാവ മഹിമയെ പറ്റി ഞാൻ തന്ന സ്റ്റഡി ക്ലാസ് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഉപദേശിച്ചിട്ടുണ്ട്, ശരിയാവും.